നല്ല പരിക്ക് പറ്റാനിടയുള്ള ഭാഗം തന്നെയാണ് വീണിരിക്കുന്ന സ്ഥലം എന്നുള്ളത്. അവിടെ ചളിയില്ല, കല്ലിട്ടിരിക്കുന്ന ഭാഗം തന്നെയാണ്. ശ്രീമതി സുധാമണി, ഇപ്പോൾ ഈ സഹപാഠികളുമായുള്ള പ്രശ്നം നിങ്ങൾക്ക് എത്രത്തോളം അറിയായിരുന്നു? അമ്മുവിനെ സഹപാഠികൾ ഉപദ്രവിച്ചിരുന്നു എന്നുള്ളത് അച്ഛൻ പലതവണ കോളേജിലും പരാതിപ്പെട്ടതാണ്. ഓ, ഒന്നും അറിയില്ല. അവരുമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും നമുക്കറിയത്തില്ല മാഡം. അതൊക്കെ കോളേജിലാ പ്രശ്നങ്ങളൊക്കെ. അല്ല, അവര് ഹോസ്റ്റലിലും ഇവിടെ ഒരു പ്രശ്നവും. അവര് ഹോസ്റ്റലിലില്ലേ? അവര് ഹോസ്റ്റലിലുണ്ടെങ്കിലും ഇവിടെ ആരും നമ്മളോട് ഒരു പ്രശ്നങ്ങളും പറഞ്ഞിട്ടില്ല. അമ്മു ഇതുവരെ പരാതിപ്പെട്ടിട്ടില്ല? പരാതിപ്പെട്ടിട്ടില്ല. അമ്മുവും പരാതിപ്പെട്ടിട്ടില്ല, മറ്റു കുട്ടികളും പരാതിപ്പെട്ടിട്ടില്ല. ഇപ്പൊ ആ കുട്ടികൾ നമ്മളോട് പറഞ്ഞിട്ടുമില്ല. ആ കുട്ടികൾ ഇപ്പോൾ ആ ഹോസ്റ്റലിൽ തന്നെ ഉണ്ടോ? ഇല്ല ഇല്ല. അവരെപ്പോഴാണ് മാറിയത്? കോളേജുകാരാ വീട്ടിൽ വിട്ടെ. കോളേജുകാർ അവരെ എവിടെ നിന്ന് മാറ്റി? പിറ്റേ ദിവസം. ഒന്നുകൂടി വ്യക്തമായി പറയാമോ, എത്ര കുട്ടികളുണ്ടായിരുന്നു അവിടെ ഹോസ്റ്റലിൽ? വീട്ടില് 2 കുട്ടികൾ. 2 കുട്ടികളല്ല, അവരുടെ ബാച്ചിലെ 13 കുട്ടികളായിരുന്നു. ഈ ആരോപണം ഉന്നയിക്കപ്പെട്ട 2 കുട്ടികൾ അല്ലേ? അവരോട് മാറാൻ പറഞ്ഞു. നിങ്ങൾ ആവശ്യപ്പെട്ടോ? കോളേജ് പറഞ്ഞ ഹോസ്റ്റലുകാരല്ല പറഞ്ഞ കോളേജ് ആവശ്യപ്പെട്ടു. ശരി, ഈ ഹോസ്റ്റലിൽ CCTV ഉണ്ടോ? CCTV ഉണ്ടോ? ഉണ്ട്. ആ CCTV ഈ വീഴുന്ന ഭാഗത്ത് ദൃശ്യങ്ങൾ കാണുന്ന രൂപത്തിലാണോ CCTV? ശ്രീമതി സുധാമണി, CCTV ഏതു ഭാഗത്തായിട്ടാണ്? CCTV ഉണ്ട് ആ ഭാഗത്ത്. ഓക്കെ, ആ CCTV ഈ വീണ് കിടക്കുന്ന ഭാഗത്തേക്കുള്ള ദൃശ്യങ്ങൾ കാണുന്ന വിധത്തിൽ തന്നെയാണോ? ആണ്, കൃത്യമായി മനസ്സിലാക്കാനാകും അല്ലേ? അപ്പോൾ CCTV ദൃശ്യങ്ങൾ സീസ് ചെയ്തോ പോലീസ്? അതെ. പോലീസ് ആ ദൃശ്യങ്ങൾ ആവശ്യപ്പെട്ടോ? പോലീസ് അത് നോക്കിയ പോലീസ് അതിൻ്റെ ഇത് പോയി അല്ലേ? നോക്കൂ, ഒരു ഹോസ്റ്റൽ വാർഡന് സാധാരണഗതിയിൽ ഹോസ്റ്റലിൽ താമസിക്കുന്ന കുട്ടികളുമായിട്ടൊക്കെ ഒരു ബന്ധമുണ്ടാകുമല്ലോ. കുട്ടികൾ ഹാപ്പി ആയിട്ടാണോ, അവിടെ നല്ല സമാധാനത്തോടുകൂടിയാണോ, തമ്മിൽ പരസ്പരം എങ്ങനെയാണ് എന്നൊക്കെ സാധാരണഗതിയിൽ വാർഡൻ അന്വേഷിക്കുമല്ലോ. അതാണല്ലോ സ്ട്രിക്റ്റ് ആയിട്ടുള്ള വാർഡ് എന്ന് പറയുമ്പോൾ. കുട്ടികൾ എങ്ങനെയാണ് വരവും പോക്കും അവരുടെ രീതികളും എല്ലാം പരിശോധിക്കും. അപ്പോൾ അമ്മു കുറച്ച് സംസാരിക്കാതെ മാറി നിൽക്കുന്ന, എപ്പോഴും ഒരു ദുഃഖഭാവത്തിൽ നിൽക്കുന്ന കുട്ടിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നേരത്തെ അധ്യാപിക പറഞ്ഞ പ്രകാരമാണെങ്കിൽ എന്താണ് സുധാമണി അമ്മുവിനെ പറ്റി സുധാമണിക്ക് പറയാനുള്ളത്? അത് 4 വർഷത്തിന് മുമ്പ് വന്നപ്പം മുതൽ അത് ഒരു വലിയ സംസാരമൊന്നും ഇല്ലാത്ത ഒരു കുട്ടിയായിരുന്നു. അപ്പം പിന്നെ അത് നമ്മളോടും അതേപോലെ പോകുമ്പം പോവാ ആൻറ്റി എന്ന് പറയും, വരുമ്പം വരുവാന്ന് പറയും. അങ്ങനെയാണ് ഇവിടുത്തെ പതിവ്. പിന്നെ കുട്ടികൾ ആവശ്യമില്ലാതെ പുറത്തൊന്നും പോകത്തില്ല. അങ്ങനെ നല്ല രീതിയിൽ കൊണ്ടുപോയ ഒരു ഹോസ്റ്റലാണ്. നമുക്ക് ഇത്രയും വർഷം ഇവിടെ നിന്നിട്ടും ഒരു രീതിയിലും നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കിയ കുട്ടിയല്ല. മറ്റേ കുട്ടികളോ? അപ്പോൾ ഇതെന്താന്ന് നമുക്കറിയത്തില്ല. മറ്റേ കുട്ടികളോ? ആരും തന്നെ ഇവിടെ വലിയ നമ്മളോട് ആരും ഒന്നുമില്ല. അത് കോളേജിൽ എന്തെങ്കിലും ഉണ്ടെന്ന് വരില്ല, നമ്മളോട് ആരും വന്ന് പറയുന്നുമില്ല. അതുകൊണ്ട് നമുക്കതിനെപ്പറ്റി ഒന്നും ചോദിക്കേണ്ട കാര്യമില്ലല്ലോ. ഇവിടെ കുട്ടികൾ നല്ല രീതിയിൽ പോകുന്നു, അത്രയേ ഉള്ളൂ. ഈ മുറിയിലെ പരിശോധനയടക്കം സഹപാഠികൾ നടത്തിയതിനെ കുറിച്ചൊക്കെ അച്ഛൻ പരാതിപ്പെടുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നാണോ? അങ്ങനൊന്നും കുട്ടികളോ നമ്മളോട് പറഞ്ഞിട്ടില്ല. അപ്പോൾ രാത്രി എത്ര മണി വരെ ഉണ്ടാകും താങ്കൾ ഈ വാർഡൻ എന്ന നിലയ്ക്ക്? ഈ ഹോസ്റ്റലിൽ എത്ര സമയം വരെ ഉണ്ട്? വാർഡന് ഞങ്ങൾ 2 വാർഡന്മാരാ ഡേ ആൻഡ് നൈറ്റ് നിൽക്കും. താങ്കൾ രാത്രി നിൽക്കാറുണ്ടോ? ഞങ്ങൾ ഇപ്പം പിന്നെ ഒരു വാർഡൻ ഡേയും നിൽക്കും, നൈറ്റ് നിൽക്കും. അടുത്ത രാവിലെ ഇറങ്ങിയിട്ട് മറ്റേ വാർഡൻ കയറും. അങ്ങനെ
ഈ സെക്കൻഡ് ഷോയ്ക്ക് കുട്ടികളുമായിട്ട് പോയത് താങ്കളാണോ? അല്ലല്ല, നമ്മുടെ ഇവിടെ നിന്ന് അങ്ങനെ കുട്ടികൾ പോകാറേ ഇല്ല. അല്ല, സെക്കൻഡ് ഷോയ്ക്ക് പോകുന്നതൊരു വലിയ അപരാധമൊന്നുമല്ല. അങ്ങനെ പക്ഷേ കുട്ടികൾ 6 മണി കഴിഞ്ഞ് ഞങ്ങൾ ആരെയും പുറത്ത് വിടാറില്ല. അങ്ങനെയല്ല, അമ്മു പറഞ്ഞത് അല്ല, പ്രകാരം ഇവിടുന്ന് അങ്ങനെ പോയിട്ടുമില്ല, ഇവിടുന്ന് അങ്ങനെ കുട്ടികളെ വിട്ടിട്ടുമില്ല. അല്ല, വാർഡനും കുട്ടികളും കൂടി സെക്കൻഡ് ഷോയ്ക്ക് പോയി. പക്ഷെ അമ്മു പോയില്ല, അമ്മു മാത്രമേ പോകാതിരുന്നുള്ളൂ, അച്ഛൻ അനുമതി കൊടുത്തില്ല എന്നുള്ള കാര്യം അമ്മു അച്ഛനോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് അതിനെപ്പറ്റി അറിയത്തില്ല. സാഹചര്യം ഇത്രയും നാളായിട്ട് അങ്ങനെ ഒരു മേഡം, നമ്മുടെ ഹോസ്റ്റലിൽ നിന്ന് അങ്ങനെ ആരും പോയിട്ടുമില്ല. നമുക്കതോട്ട് അറിയത്തില്ല. നമ്മുടെ ഹോസ്റ്റലിൽ നിന്ന് ഒരു കുട്ടിയും അങ്ങനെ രാത്രി പുറത്ത് പോയിട്ടില്ല. അവർ 5 മണിക്ക് മുമ്പേ ഇതിനകത്ത് കയറും. കോളേജ് വിട്ട് താഴെ കൊണ്ടുവന്ന് അവരെ ബസ്സിലിറക്കി കഴിഞ്ഞാൽ അവർ ഹോസ്റ്റലിൽ വരും. അല്ലാതെ ഇവിടുന്ന് അങ്ങനെ കുട്ടികളെയും കൊണ്ട് എങ്ങും ടൂറ് പോലും പോയിട്ടില്ല. എല്ലാം കോളേജുകാരാണ് ടൂറൊക്കെ പോകുന്നത്. ഈ വീണ സമയവുമായി ബന്ധപ്പെട്ട് താമസിക്കുന്നു എന്നേ ഉള്ളൂ. അല്ലാതെ കുട്ടി വീണ സമയവുമായി ബന്ധപ്പെട്ടും ഒരു സംശയം നിലനിൽക്കുന്നുണ്ട്. 4:30-ക്കാണോ 5:30-ക്കാണോ? താങ്കൾ പറഞ്ഞ അനുസരിച്ച് 5 മണിക്ക് ശേഷമാണ് കുട്ടികൾ വരുന്നതെന്നാണ്. 4:30-ക്കാണോ വീണത്? 5 മണിക്ക്. ഉറപ്പാണോ അത്? 5 മണിക്ക് ഉറപ്പാ. പക്ഷെ കോളേജ് അധികൃതർ പറയുന്ന സമയം 4:30-ആണ്. അതാണ് ചോദിച്ചത്. 4:30-ക്കായിരിക്കും കോളേജിൽ നിന്ന് വിടുന്നത് കുട്ടികളെ. അതാ അവർ പറയുന്നത്. ഓരോ ബാച്ച് ബസ്സിൽ വന്ന് ഇവിടെ ഇറങ്ങിയിട്ട് വേണം വരാൻ. അപ്പോൾ ഇവിടെ എത്തുമ്പോഴേക്കും വന്ന ഉടനെ തന്നെ സംഭവിച്ചിട്ടുണ്ട് അല്ലേ? വന്ന ഉടനെ തന്നെ സംഭവിച്ചിട്ടുണ്ട്. സംഭവിച്ചിട്ടുണ്ടാകാം. അതല്ലെങ്കിൽ സമയം അതിലും ലേറ്റായതിനുമല്ല. പോലീസ് നിങ്ങളുടെ മൊഴിയെടുക്കലൊക്കെ പൂർത്തിയായോ പോലീസ് വന്ന ശേഷം? എല്ലാം ആയി. എല്ലാം അന്വേഷണത്തോട് പൂർണ്ണമായും സഹകരിക്കുകയാണല്ലോ. അപ്പോൾ സുധാമണി, താങ്കൾ അമ്മുവിൻ്റെ വീട്ടിൽ പോയിരുന്നോ? ആ അന്വേഷണത്തോട് പൂർണ്ണമായിട്ട് സഹകരിക്കുക. അമ്മുവിൻ്റെ വീട്ടിൽ പോയിരുന്നോ? അമ്മുവിൻ്റെ വീട്ടിൽ നമ്മുടെ ഭാഗത്ത് ഒരു തെറ്റില്ല എന്നവ എന്തോ. അമ്മുവിൻ്റെ വീട്ടിൽ പോയിരുന്നു. അടക്കത്തിന് പോയിരുന്നു. ഈ അച്ഛനും അമ്മയായിട്ടൊക്കെ സംസാരിച്ചോ? സംസാരിച്ചു. അപ്പോൾ അവർ ഈ കാര്യങ്ങളൊക്കെ സ്വാഭാവികമായിട്ടും നിങ്ങളോടും പറഞ്ഞു കാണുമല്ലോ. ഹോസ്റ്റലിനകത്തും അവർക്കറിയാം നമ്മുടെ കയ്യിൽ ഒരു തെറ്റുമില്ലെന്നുള്ളത് അവർക്കറിയാം. ശരി, വളരെ നന്ദി സുധാമണി ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. ഹോസ്റ്റൽ വാർഡന്റെ പ്രതികരണമാണ്. ഹോസ്റ്റൽ വാർഡൻ എന്ന നിലയ്ക്ക് അറിയാവുന്ന കാര്യങ്ങൾ പോലീസുമായി പങ്കുവച്ചു എന്നുള്ളതാണ് അവർ പറയുന്നത്.